ഹോ, നിന്റെ ഒരു ചിത്രം വരെ ആരും അറിയണ്ട. നാട് മുഴുവൻ നീ ഇപ്പൊ ധീരവനിന്റെയാ. ആനന്ദേട്ടനെ പോലെ ഒരാളെ കിട്ടാൻ വേണ്ടി ജീവൻ വരെ കളയാൻ ശ്രമിച്ചോളൂ. ആരും അറിയണ്ട നിന്റെ കലാഹൃദയം. തല്ലിക്കൊല്ലും ചിലപ്പോ നാട്ടുകാര്. എടി കുരുത്തം കെട്ടവളെ, നീ ആയിട്ട് ആരോടും പറയാതിരുന്നാ മതി. ഓ ആയിക്കോട്ടെ. സദ്യക്കുള്ള പച്ചക്കറികൾ വെട്ടി നുറുക്കിയാണ് ജോലിക്കാര്. ഇതിനിടയിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ദേഷ്യപ്പെടുകയാണ് ആനന്ദ്. എടാ ഊവേ, നീ ഒന്നും പറഞ്ഞില്ല. എനിക്കിതിനൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ആ കുരുത്തം കെട്ടവള്, എനിക്ക് അവളെ കെട്ടിയെടുക്കണം തീരെ താല്പര്യമില്ല. മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. അതിന് വല്ല ഊളംപാർക്ക കുതിരവട്ട കൊണ്ടിട്. ആൻഡേ നീങ്ങ വന്നേ, ഒരു കാര്യം പറയട്ടെ. ജോസേട്ടൻ അവന്റെ കൈ പിടിച്ച് വലിച്ചു. ജോസേട്ടൻ ഞാൻ വേറെ എന്തും കേൾക്കാം, പക്ഷെ ആ നരിന്തിനെ അത് മാത്രം പറഞ്ഞേക്കില്ലേ, നടക്കില്ല. എടാ അതൊരു പാവ, ഇഷ്ടമായിട്ടല്ല അതിങ്ങനെ നിന്റെ പുറകെ കിടക്കുന്നു. സ്നേഹിക്കാനും കാത്തിരിക്കാനൊക്കെ ആളുള്ളത് നല്ലതാടാ. അതില്ലാതാവുമ്പോഴേ അതെനിക്ക് വിഷമറിയുള്ളൂ. ജോസേട്ടന്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു. സ്നേഹം അതങ്ങനെയൊന്നും കിട്ടിയില്ലടാ. അതുമായിട്ട് ആ കൊച്ചു നിന്നോട് ഇങ്ങനെ കെഞ്ചുമ്പോ നോക്കാനെന്ത്, ആ കൊച്ചു ഇനി എന്തെങ്കിലും കടുങ്കി ചെയ്താ നിനക്ക് ജീവിതകാലം സ്വസ്ഥത കിട്ടുവാടാ. ജോസേട്ടൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അവന് ഹൃദയയുടെ അച്ഛനെ നോക്കി. ഒരച്ഛന്റെ എല്ലാ ദയനീയഭാവം ആ മുഖത്തുണ്ടായിരുന്നു. ആനന്ദ് അയാൾ അവന്റെ കൈ മുറുകെ പിടിച്ചു. ആനന്ദേ, ആ ഇളയ സാധനം ഉണ്ടല്ലോ, കുരുത്തം കെട്ടത്, അത് കാരണം ഞാൻ കഴിക്കുന്ന പ്രഷറിന്റെ ഗുളികയുടെ അളവ് കൂട്ടി. ഉപ്പേരി പോലെയാ ഇപ്പൊ പെറുക്കി കൂട്ടി തിന്നുന്നു. ഹോ, ആദ്യം മൂത്തവളെ കൊണ്ടുള്ള സ്വൈര്യക്കേടായിരുന്നു, ഇപ്പം മൂലക്കുരു പോലെ ഇളയതും. അതും പറയാൻ കസേരയിലേക്ക് ഇരുന്ന് ഇടം കണ്ടിട്ട് നോക്കിയവനെ. സമ്മതിക്കടാ, ജോസേട്ട അവനോട് കെഞ്ചി. ശരി, പക്ഷെ ഒരു കാര്യം, രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു ഒപ്പ് മാത്രം, അങ്ങനെയാണെങ്കിൽ സമ്മതം. അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ആനന്ദ് പുറത്തേക്ക് പോയി. ജോസേട്ടനാണെങ്കിൽ ഒലക്ക ഒഴുങ്ങിയ പോലെയാണ് നിൽപ്പ്. പിന്നെ അയാൾ നോക്കിയവൻ ചിരിച്ച് കാണിച്ച് അവന്റെ പുറകിൽ വെച്ച് പിടിച്ചു. ആ എന്തെങ്കിലും ആവട്ടെ, വെറുതെ നാട്ടുകാർക്ക് തത്തി കൊടുത്ത് കാശാണേ ഉണ്ടല്ലോ. അതും പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ ദീർഘനിശ്വാസം വിട്ടു. കൊള്ളാലോടാ കൊച്ചു കള്ളം. അത് കേട്ട് ആനന്ദ് തിരിഞ്ഞ് ജോസേട്ടൻ അടിമുടിയാകമാനം നോക്കി. അവളെ ഞാൻ കെട്ടണമെന്നല്ലേ? എന്നാ പിന്നെ അങ്ങ് കെട്ടിയേക്കാൻ ജോസേട്ടാ. നിങ്ങൾ നോക്കിക്കോ, അനന്തകൃഷ്ണൻ എന്നാണ് എൻ്റെ പേരെങ്കിൽ ഏറിപ്പോയ 6 മാസം, അതിനുള്ളിൽ അവൾ വാനും പൊക്കി ഓടും. ഇല്ലെങ്കിൽ ഈ ആനന്ദ് ഓടിക്കും. അതും പറഞ്ഞ് അവരൊന്ന് ചിരിച്ചു. ഡാ നീ എന്നാക്കട ഈ പറയുന്നേ? വേണ്ടടാ, അവർ ചെറിയ കൊച്ചാ. നീ ഇങ്ങനെ വിജയ് സേതുപതിയുടെ ഫിഗറും വെച്ച് അമരീഷ് പുരിയുടെ സ്വഭാവം കാണിക്കല്ലേ, താങ്ങില്ലത്. ജോസേട്ടൻ്റെ മുഖത്ത് ദയനീയം നിറഞ്ഞു. ആ വിചാരം ആ സാധനത്തിന് വേണം. അവിടെ ഒരു കോപ്പിലെ പ്രേമം ശരിയായി കൊടുക്കാൻ ഞാൻ. അവനെന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എന്റെ കർത്താവേ, ഇവനെ കാത്തോണേ, സമ്മതിക്കില്ല ഞാൻ. ആഹാ, അത് അവളാണ് കാളി, ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഇവൾക്കിത് എന്തിനെ ചോദിച്ചില്ല കോപ്പ്. ഞാൻ മുടഞ്ഞ് ഇങ്ങോട്ടേക്ക് ചെന്നു. ആസ്ഥാനത്തൊക്കെ നല്ല വേദന. എന്നെ കണ്ടത് അവളുടെ 2 ചെവിയിൽ നിന്ന് പുക പോകാൻ തുടങ്ങി. അല്ല ചേച്ചി, എന്താ പ്രശ്നം? നീ നിന്റെ ആ ബുൾഗാന്താടി വിളിച്ച് സോപ്പിട്ട് കുട്ടിയും പെട്ടിക്കായിട്ട് അങ്ങ് പോവാൻ നോക്ക്. ഈ പ്രാവശ്യം ഹൃദയാണ് കാളിയായത്. അവൾ നിന്ന് ഉറഞ്ഞു വിളി. അമ്മ അമ്മ, അവൾ പറയുന്നത് കേട്ടോ. അവൾ പറഞ്ഞില്ല എന്താടി തെറ്റ്? നീ വേഗം അടുത്ത വണ്ടി പിടിക്കാൻ നോക്ക്, ഇല്ല അവൻ വീണ്ടും വരും. അർത്ഥം വെച്ച് ആകെ മൊത്തം നോക്കി ഹിമയ അമ്മ. അതെ, ഇനി അമ്മ അങ്ങോട്ട് വരാം. എനിക്ക് വിമാനത്തിലൊക്കെ കയറാലോ. ഈ ജനലിന്റെ സൈഡിലൊന്നും ഇരിക്കണം. കണ്ണുകളുയർത്തി പറഞ്ഞു. എന്തൊരു നടക്കാത്ത സ്വപ്നം. ഹിമ, എന്തോന്ന് അമ്മ ഇത്? ആദ്യം എന്റെ കാര്യം സെറ്റാക്കും, എന്നിട്ട് മതി അവളുടെ പേരെടുക്കല്. അല്ല, ഇനിയും പെറ്റുകൂട്ടാണ്ടല്ലോ അവൾക്ക്. അതാ, ഇനി എന്റേത് കഴിഞ്ഞിട്ട് ഇവള് പെറ്റാ മതി. നാണോ മാനമില്ലാത്ത കച്ചറുകൾ. ഛേ, ഞാൻ പുച്ഛം വാരി വിതറി. അമ്മ, എന്നാലും ആനന്ദേട്ടൻ ഇവളും ഇപ്പൊ തോന്നും സദ്യ തന്നെയായിരുന്നു നല്ലതെന്ന് പറഞ്ഞൊരു ദീർഘനിശ്വാസം വിട്ട് ഹിമ. തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ പോലെ തലയും കുനിച്ചു പോയി അവൾ. ഇന്നാണ് ആ മഹത്തായ ദിനം. ആനന്ദേട്ടന് ഹൃദയം ഒന്നാവുന്ന ദിവസം. അമ്മയുടെ തകർപ്പൻ സെന്റിമെന്റൽ ആക്ടിങ് കാരണം ശിവന്റെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാമെന്ന് ആനന്ദേട്ടൻ സമ്മതിച്ചു. കുറച്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആനന്ദേട്ടന് അച്ഛനും അമ്മയില്ലാത്ത കാരണം അവരുടെ ഭാഗത്തിൽ ഞാൻ ജോസേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമേഷും. മാളു എന്നെ മുട്ടി അടുത്ത് തന്നെയുണ്ട്. എടി കള്ളി, നിന്റെ കുത്തിവര കൊള്ളത്തിലേക്ക് നിനക്ക് അങ്ങനെ ബുദ്ധി തോന്നി നന്നായി. എന്നാലും വീഴ്ത്തി കളഞ്ഞില്ലേ അങ്ങേര് നീ? എന്റെ ചന്തി പോയി. ഇനി ഞാൻ എങ്ങനെ? കുറച്ച് ശബ്ദം കൂടിപ്പോയി. എല്ലാവരുടെയും കണ്ണ് എന്നിലാണ്. അങ്ങനെ ആനന്ദേട്ടന്റെ കഴുത്തിൽ താലിയാർത്തി. കണ്ണിൽ നോക്കിയാൽ പ്രണയം അറിയാൻ പറ്റുമത്രേ. ഏതലവലാതിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ കണ്ണുകളിലേക്ക് ചൂഴ്ന്നു നോക്കി. എന്താടി? ഏയ് ഒന്നുമില്ല. അറിയാതെ പോലും ആ വിരലുകൾ എന്നെ സ്പർശിക്കാതിരിക്കാൻ ഒരുപാട് പാടുപെടുന്ന പോലെ തോന്നി. ആ കൈകൾ വിറക്കുന്നുണ്ടോ? എന്നിലെ കുറുക്കൻ വീണ്ടും ഉണർന്നു. മൂക്കുകൊണ്ടൊന്ന് പരതി. ഏയ് ഇല്ല, എനിക്ക് തോന്നിയതാവും. മോന്തിയിട്ടുണ്ടോന്ന്. ആനന്ദേട്ട ഇടയ്ക്ക് കണ്ണുവെട്ടിച്ച് കാളിയെ നോക്കുന്നുണ്ട്. ആ പിശാശ് തിരിച്ചും. അവളുടെ ഭാവങ്ങൾ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഒരാവശ്യമില്ലാതെ അമ്മ മൂക്ക് വിഴിയുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്കാണെങ്കിലും ഞാൻ മുഖത്ത് ദുഃഖത്തിന്റെ നാനാഭാവങ്ങൾ വാരി വിതറി. പിഷ്കു പിഷ്കു പിഷ്കു.
ബൊക്ക കൊണ്ട് അലങ്കരിച്ച കാറ് നോക്കി നിന്നിരുന്ന എനിക്ക് മുന്നിലേക്ക് ആക്രിക്കാർക്ക് പോലും വെറുതെ കൊടുത്താലും വേണ്ടാത്തൊരു ചക്കട സ്കൂട്ടറും കൊണ്ട് വലിയ ഗെറ്റപ്പിൽ ദാ വന്നിരിക്കുന്ന അങ്ങേര്. കരയണമെന്നുണ്ടെങ്കിൽ ഈ കഥയിൽ കരച്ചിൽ അലർജി ആയതുകൊണ്ടും ആ ചിന്തയിൽ ഞാൻ മുളയിലേ നുള്ളി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ചാടി കയറി ആനന്ദേട്ടൻ്റെ വയറിൽ ഉടുമ്പ് പിടിച്ച പോലെ അങ്ങ് ചുറ്റി. സത്യം പറയാലോ, മേലാസകളിൽ ഒരു കുളിരും പിന്നെ ഒരു രോമാഞ്ചവും. അതേ സുഹൃത്തുക്കളെ, ഞാൻ രോമാഞ്ച കഞ്ച കുഞ്ചികയായി. ഡി വിടറി എന്ന് ആരും കേൾക്കാതെ പല്ലിയരിച്ചു അങ്ങേര്. ഞാനാരാ മോള്, ഞാൻ വിടുവോ? അട്ട ഒട്ടിയ പോലെ ഒന്നും കൂടി പിടിയങ്ങ് മുറുക്കി. പിന്നെ ഒരു പായല റോക്കറ്റ് വിട്ട പോലെ. എന്തൊരു ധൃതിയാ കൊച്ചു കള്ളൻ. എവിടെ നിന്ന് ഒരു നാണം വന്ന് എന്നെ മൂടി. രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന സുഖമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ വയറ്റിലെന്തോ ഇനിങ്ങേര് സദ്യയിൽ വിമ്മ് കലക്കിയോ. ആകെ എന്തോ ഒരു വെപ്രാളം. ബാക്ക് എഞ്ചിന് പണി കിട്ടിയ പോലെ. ഇറങ്ങി വീടെത്തി. അതും പറഞ്ഞ് എന്നെ നോക്കുപോലും ചെയ്യാതെ ആ കാലം കയറിപ്പോയി. വിളക്കെടുക്കാനാവും. നിലവിളക്കും താലവും പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും അവിടെ നിന്നു. വയറ്റിലാണെങ്കിൽ വീണ്ടും ഒരു ഗുളുഗുളു ശബ്ദം. ആകെ മൊത്തം ഒരു മുട്ടൻ. മുട്ട് തടുക്കാൻ കഴിയില്ലല്ലോ. എങ്കിലും ഞാൻ ശ്വാസം പിടിച്ച് നിന്ന്. ഭഗവതി, 3.5 മിനിറ്റ് പിടിച്ചെന്നാ ജീവൻ പോവും. ആരെ കാതിക്കോടി? വിളക്കും താലമൊക്കെ ആയിട്ട് വരാൻ ഇവിടെ ആരുമില്ല. വേണേ കയറിപ്പോര്. ട്രാക്കുള ആത്മ. കാലിലൂടെ എന്തോ ഇഴഞ്ഞതും അലർച്ചയും ചാട്ടവും ഒരുമിച്ചായിരുന്നു. എന്താടി? നിങ്ങൾ പേടിക്കണ്ട, അവിടെ ഇരിക്കും. അത് സിംഹം ഗർജിച്ചതാ. നീ പൂച്ച കണ്ടില്ലേ? നാശം, മാറങ്ങോട്ട്. ദേ എന്നെ തള്ളി വീണ്ടും പോയി. ഇങ്ങേരെന്താ നാടൻ കളിക്കുകയാണോ? അത് മിന്നുവായിരുന്നു, ആനന്ദേട്ടന്റെ പൂച്ച. എന്നെ വരവേൽക്കാൻ വന്നാണ്. എന്തേലും ആവട്ടെ. അവളെയും എടുത്ത് വലതുകാലം കുത്തി ഞാനങ്ങ് കയറി. ഇനി എന്തിരോ വരാനും, എന്തിരോ വരട്ട്.